മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതിക്കും മുൻഗണന നൽകിക്കൊണ്ട് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് നിരവധി ക്ഷേമ വികസന പദ്ധതികൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് വൈസ് പ്രസിഡന്റ് എൽസി ടോമി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ആരോഗ്യ മേഖലയ്ക്കും ഭവന നിർമ്മാണത്തിനും കുടിവെള്ള പദ്ധതിക്കും മുൻഗണന നൽകിക്കൊണ്ട് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 6.1 കോടി രൂപ വരവും 5.93 കോടി രൂപ ചിലവും 17.69 ലക്ഷം രൂപ നീക്കിയിരിപ്പുമുള്ള ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് എൽസി ടോമി അവതരിപ്പിച്ചത്. നവകേന്ദ്ര സൃഷ്ടിക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുടെ അന്തസത്ത കാത്തുസൂക്ഷിക്കുവാൻ ഉപകരിക്കുന്ന വിധത്തിൽ വിഭവങ്ങളുടെ വിനിയോഗവും സാധ്യമാകുന്നതിന് ഈ ബഡ്ജറ്റിൽ പരമാവധി പരാമർശിച്ചിട്ടുണ്ട്. മറ്റു പല ബ്ലോക്ക് പഞ്ചായത്തുകളെ പോലെ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിനും വലതുകൊണ്ട് തീർത്തും പരിമിതമാണ്. കാലാകാലങ്ങളിൽ സർക്കാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാൻ ഫണ്ട്, മെയിൻ്റനൻസ് ഫണ്ട്, ജനറൽ പർപ്പസ് ഫണ്ട്, ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് എന്നിവയാണ് പ്രധാന വരുമാന സ്രോതസ്സുകൾ. പ്രസിഡന്റ് സ്മിത എൽദോസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമുക്ക് സർക്കാരിൽ നിന്ന് അനുവദിച്ചിരുന്ന തുക കൊണ്ട് നമുക്ക് എല്ലാ മേഖലകളിലേക്കും കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ഈ ബജറ്റ് നമ്മുടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ 4 വർഷത്തെ പദ്ധതികൾ എല്ലാം തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. കഴിഞ്ഞ വർഷത്തെ പദ്ധതി നമ്മൾ 80% എത്തിയിരിക്കുകയാണ്. നമ്മുടെ സാമ്പത്തിക വർഷം ബജറ്റ് വിഹിതമായി നമുക്ക് 2,50,00,000 രൂപ പദ്ധതി വിഹിതവും 1,06,00,000 രൂപ വിട്ടുകിട്ടിയ ആസുര സംരക്ഷണ ഫണ്ടുമാണ് മറ്റ് പ്രതീക്ഷിത വിഭവ സമാഹരണം ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയിരുന്ന 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന നമ്മുടെ ഇത്രയും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മൾ ആരോഗ്യ മേഖലയ്ക്ക് നല്ല പ്രത്യേകമായ ഊന്നൽ നൽകിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ നമുക്ക് പോകുവാനായിട്ട് സാധിച്ചു. പാർപ്പിടത്തിന് 1.34 കോടി, ആരോഗ്യത്തിന് 1.1 കോടി, ഉൽപാദന മേഖലയിൽ 55 ലക്ഷം, പട്ടികജാതി ക്ഷേമത്തിന് 53 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഭിന്നശേഷി കുട്ടികൾക്ക് 34 ലക്ഷം, പശ്ചാത്തല മേഖലയ്ക്ക് 34.60 ലക്ഷം, കുടിവെള്ളത്തിനായി 25 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന 5 ഗ്രാമപഞ്ചായത്തുകളിൽ 22.64 കോടി രൂപയുടെ 2219 പ്രവൃത്തികൾ ഈ സാമ്പത്തിക വർഷം വിഭാവന ചെയ്തിട്ടുണ്ട്. ബജറ്റ് കമ്മിറ്റിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ആശാ സനൽ, തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സന്ധ്യാമോൾ പ്രകാശ്, പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് നന്ദൻ, ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോജിൻ ജോൺ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS വിജയകുമാരി, അംഗങ്ങളായ സിബി ജോർജ്, ലളിത വിജയൻ, ഷീല ബാബു, കുഞ്ഞുമോൻ ഫിലിപ്പ്, ജിൻസൺ വി പോൾ, കുഞ്ഞുമോൾ യേശുദാസ്, CT ശശി, ജോസ് കുര്യാക്കോസ്, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജയകുമാർ PR, നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ തുലോം ഫണ്ട് കിട്ടുന്നത് കുറവാണ്, തനതായ ഫണ്ട് കുറവാണ്, എല്ലാ മേഖലയിലും കിട്ടുന്ന ഫണ്ടുകൾ കുറവാണ് എന്നുള്ളത് വർഷങ്ങളായുള്ള തന്നെ ഒരു പരാതിയാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു 4 കോടി രൂപയോളമാണ് ഈ ഒരു വർഷം നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ബജറ്റിൽ ഉൾപ്പെടുത്താനുള്ള പല മേഖലയിലുള്ള പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്താനായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു തുക. അത് കൂടാണ്ട് നമുക്ക് സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന ഗ്രാന്റുകളും ഉണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി ഉള്ള തുകയിൽ നിന്നുകൊണ്ട് വെക്കാവുന്നത് ഹോസ്പിറ്റലുകൾ തന്നെയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റ് അവതരണമായിരുന്നു. രാഷ്ട്രീയപരവും ഏകപക്ഷീയവും അസന്തുലിതവുമായ ഒരു ബഡ്ജറ്റാണ് പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാടെ തള്ളിക്കൊണ്ട് പാർട്ടിയുടെ ഉന്നതരായ നേതാക്കന്മാരും ഈ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി യാതൊരു ബന്ധമില്ലാത്ത ഇവിടുത്തെ മെമ്പർമാരും കൂടി തട്ടിക്കൂട്ടിയ ഒരു ബഡ്ജറ്റാണ്. ഈ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയമാണ് ക്ഷീരകർഷകരുടെ വിഷയം. ക്ഷീരകർഷകർക്ക് 5 വർഷം മുമ്പ്, ഇതിന് മുമ്പത്തെ ഭരണസമിതിയുടെ കാലത്ത് 20 ലക്ഷം രൂപ ഇൻസെന്റീവ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ തവണ അതിനുശേഷം പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.